പ്രായം വെറും അക്കങ്ങൾ മാത്രം. ബുദ്ധനും ആയുർവേദവും പഠിപ്പിച്ച നിത്യയൗവനത്തിന്റെ രഹസ്യം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് കാട്ടിലെ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ പണ്ട് ആശ്രമങ്ങളിൽ ജീവിച്ചിരുന്ന ഋഷിവര്യന്മാർക്കോ ഒന്നും ജീവിതശൈലീ രോഗങ്ങൾ വരാത്തത്, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് പ്രായം തോന്നിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മളിന്ന് ലോകത്തിലെ ഏറ്റവും വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നു, ഏറ്റവും നല്ല വ്യായാമശാലകളിൽ പോകുന്നു, പോഷകഗുളികകൾ കഴിക്കുന്നു. എന്നിട്ടും 30-ാം വയസ്സിൽ തന്നെ മുടി നരയ്ക്കുന്നു, ചർമ്മം തൂങ്ങുന്നു, ക്ഷീണം വിട്ടുമാറുന്നില്ല. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരുന്നുകളോ ആശുപത്രികളോ ഇല്ലാത്ത കാലത്ത് ശ്രീബുദ്ധൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു നിയമമുണ്ട്. രോഗങ്ങൾ വരാതിരിക്കാനും ശരീരമെന്നും ഊർജ്ജസ്വലമായിരിക്കാനും യൗവനം നിലനിർത്താനും സഹായിക്കുന്ന ഒരു ലളിതമായ നിയമം. ഇന്ന് ആധുനിക ശാസ്ത്രം പോലും ഇതാണ് സത്യം എന്ന് സമ്മതിക്കുന്ന ആ രഹസ്യമെന്താണെന്നറിയാമോ? അത് വെറുമൊരു ഉപദേശമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ആയുർവേദ രഹസ്യമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആരും നിങ്ങളോട് പറയാത്ത, എന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ആ അറിവിനെക്കുറിച്ചാണ്. നമ്മുടെ വിഷയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനു മുൻപ് ഈ അറിവുകൾ കൂടുതൽ ആളുകളിലേക്കെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരു പുണ്യമാണ്. ഇനി നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് സഞ്ചരിക്കാം. ഗൗതമബുദ്ധൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയം. അദ്ദേഹത്തിന്റെ കൂടെ നൂറുകണക്കിന് സന്യാസിമാരുണ്ട്. ഭിക്ഷാടനം നടത്തിയാണ് അവർ ജീവിക്കുന്നത്. ജനങ്ങൾ നൽകുന്ന ഭക്ഷണം കഴിച്ച് അവർ ധ്യാനത്തിലും പഠനത്തിലും മുഴുകി ജീവിച്ചു. എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ബുദ്ധൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. തന്റെ ശിഷ്യന്മാരിൽ പലർക്കും അമിതവണ്ണമുണ്ടാകുന്നു, ചിലർക്കെപ്പോഴും ആലസ്യം, ധ്യാനിക്കുമ്പോൾ ഉറക്കം വരുന്നു, പലർക്കും ശാരീരികമായ അസുഖങ്ങൾ വരുന്നു. ഭിക്ഷയായി ലഭിക്കുന്ന ഭക്ഷണം അവർ ദിവസത്തിൽ പലതവണയായി കഴിച്ചിരുന്നു. ഇത് കണ്ട ബുദ്ധൻ അവരെ വിളിച്ചുകൂട്ടി ഒരു നിയമം പ്രഖ്യാപിച്ചു. ഇന്നുമുതൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതായത് സൂര്യൻ ഉച്ചയിലെത്തുന്നതിനു മുൻപ് ഭക്ഷണം കഴിക്കുക, അതിനുശേഷം അടുത്ത പ്രഭാതം വരെ ഉപവാസം അനുഷ്ഠിക്കുക. ആദ്യമൊക്കെ ശിഷ്യന്മാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. വിശപ്പ് സഹിക്കാൻ അവർ പാടുപെട്ടു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അത്ഭുതകരമായ മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ സംഭവിച്ചു. അവരുടെ രോഗങ്ങൾ മാറി, അമിതവണ്ണം കുറഞ്ഞു, മുഖത്ത് വല്ലാത്തൊരു തേജസ് വന്നു, മനസ്സ് കൂടുതൽ ഏകാഗ്രമായി. വർഷങ്ങളോളം അവർ പ്രായം തോന്നിക്കാതെ ജീവിച്ചു. ബുദ്ധൻ അന്നു പറഞ്ഞ ഈ നിയമം വെറുമൊരു മതപരമായ ചടങ്ങായിരുന്നില്ല. അതിനു പിന്നിൽ വളരെ വ്യക്തമായ ഒരു ആയുർവേദ ശാസ്ത്രമുണ്ട്. ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ ശരീരം പ്രകൃതിയുടെ താളത്തിനൊത്താണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. നമ്മുടെ വയറ്റിൽ ഒരു തീ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക. ആയുർവേദത്തിൽ ഇതിനെ ജഠരാഗ്നി എന്ന് വിളിക്കുന്നു. നാം കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിച്ച് അതിൽ നിന്നും ശരീരത്തിനാവശ്യമായ ഊർജ്ജമുണ്ടാക്കുന്നത് ഈ അഗ്നിയാണ്. ഈ ജഠരാഗ്നിക്ക് സൂര്യനുമായി നേരിട്ട് ബന്ധമുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ദഹനശക്തി പതുക്കെ ഉണരുന്നു. ഉച്ചസമയത്ത് സൂര്യൻ ഏറ്റവും ശക്തിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജഠരാഗ്നിയും ഏറ്റവും ശക്തമായിരിക്കും. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കണം എന്ന് പഴമക്കാർ പറയുന്നത്. എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനശക്തിയും അസ്തമിക്കുന്നു. തീ അണഞ്ഞ അടുപ്പിലേക്ക് വിറകിട്ടാൽ എന്ത് സംഭവിക്കും? അത് കത്തുകയില്ല, മറിച്ച് പുകഞ്ഞ് അവിടെ കിടന്ന് ചീത്തയാകും. ഇതുതന്നെയാണ് രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിലും സംഭവിക്കുന്നത്. ദഹിക്കാത്ത ഭക്ഷണം വയറ്റിൽ കിടന്ന് പുളിക്കുകയും അതിൽ നിന്നും വിഷാംശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ഇതിനെ ആമം എന്ന് വിളിക്കുന്നു. ഈ ആമമാണ് സകല രോഗങ്ങളുടെയും അകാല വാർദ്ധക്യത്തിന്റെയും പ്രധാന കാരണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, രാത്രി 10 മണിക്ക് നമ്മൾ ചപ്പാത്തിയോ ഇറച്ചിയോ ഒക്കെ കഴിച്ച് ഉടനെ പോയി കിടന്നുറങ്ങുന്നു. ശരീരം വിശ്രമിക്കേണ്ട സമയത്ത് വയർ വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയാണ്. ഇതിന്റെ ഫലമായി കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. എന്നാൽ ബുദ്ധൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആയുർവേദം നിർദ്ദേശിക്കുന്നതുപോലെ സന്ധ്യയ്ക്ക് മുൻപ് ഭക്ഷണം അവസാനിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് മാജിക് നടക്കുന്നത്. രാത്രിയിൽ വയറിന് ജോലിയില്ലാത്തപ്പോൾ ശരീരം മറ്റൊരു ജോലിയിലേക്ക് തിരിയുന്നു. അതാണ് അറ്റകുറ്റപ്പണികൾ, അഥവാ ശരീരം സ്വയം വൃത്തിയാക്കുന്ന പ്രക്രിയ. ഇവിടെയാണ് ആധുനിക ശാസ്ത്രം ആയുർവേദത്തിന് കൈകൊടുക്കുന്നത്. 2016 ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ യോഷിനോരി ഒസുമിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഒരു വലിയ കണ്ടുപിടുത്തത്തിനായിരുന്നു. അതിന്റെ പേരാണ് ഓട്ടോഫാജി. എന്താണ് ഈ ഓട്ടോഫാജി? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ തന്നെ പഴയ കോശങ്ങളെ ഭക്ഷിക്കുന്ന പ്രക്രിയയാണിത്. കേൾക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടോ? എങ്കിൽ പേടിക്കേണ്ട, ഇതാണ് യൗവനം നിലനിർത്താനുള്ള ഏക മാർഗം. നമ്മൾ 12 മുതൽ 16 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു. ഊർജ്ജത്തിന് വേറെ വഴിയില്ലാതെ വരുമ്പോൾ ശരീരം ഉള്ളിലുള്ള കേടുവന്ന കോശങ്ങളെയും അനാവശ്യമായ മാംസ്യങ്ങളെയും ബാക്ടീരിയകളെയുമെല്ലാം കത്തിച്ച് ഊർജ്ജമാക്കി മാറ്റുന്നു. ചുരുക്കത്തിൽ ശരീരത്തിലെ മാലിന്യങ്ങളെ ശരീരം തന്നെ ശുദ്ധീകരിച്ച് പുതിയ ആരോഗ്യമുള്ള കോശങ്ങൾ നിർമ്മിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പ്രായം കുറയ്ക്കുന്ന വിദ്യ. വിപണിയിൽ കിട്ടുന്ന ഒരു ലേപനത്തിനും ചെയ്യാൻ കഴിയാത്ത കാര്യമാണിത്. നമ്മുടെ ഉള്ളിലെ അവയവങ്ങൾ പുതുക്കപ്പെടുന്നു, തൊലിപ്പുറത്തെ ചുളിവുകൾ കുറയുന്നു. അർബുദം പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത പോലും ഇതിലൂടെ കുറയുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബുദ്ധൻ എന്തിനാണ് സന്യാസിമാരോട് രാത്രി ഭക്ഷണം ഉപേക്ഷിക്കാൻ പറഞ്ഞതെന്ന്? അത് വെറും ത്യാഗമല്ല, അതൊരു ചികിത്സയായിരുന്നു. ശരി,
ഇതെല്ലാം കേട്ട് ആവേശം തോന്നുന്നുണ്ടോ? എങ്കിൽ ഞാൻ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കും എന്നുറപ്പുള്ളവർ താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് ഞാൻ തയ്യാറാണ് എന്ന് ഒന്ന് കുറിക്കാമോ? നിങ്ങളുടെ ആ തീരുമാനം അവിടെ രേഖപ്പെടുത്തൂ. ഇനി ഇത് നമ്മുടെ ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് നോക്കാം. കാട്ടിൽ പോയി തപസ് ചെയ്യാനൊന്നും ആരും പറയുന്നില്ല. വളരെ ലളിതമായ ചില മാറ്റങ്ങൾ മാത്രം മതി. ആദ്യത്തെ നിയമം 16 മണിക്കൂർ ഉപവാസം. ഇതൊരു വലിയ കണക്കൊന്നുമല്ല. ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. അതിൽ 8 മണിക്കൂർ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ബാക്കി 16 മണിക്കൂർ ശരീരത്തിന് വിശ്രമിക്കാൻ നൽകുക. ഉദാഹരണത്തിന്, നിങ്ങൾ രാവിലെ 10 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചാൽ വൈകുന്നേരം 6 മണിക്ക് അത്താഴം കഴിക്കുക. 6 മണിക്ക് ശേഷം അടുത്ത ദിവസം രാവിലെ 10 മണിവരെ കലോറിയുള്ളതൊന്നും കഴിക്കരുത്. വെള്ളം കുടിക്കാം. ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നാം. അയ്യോ, വിശക്കില്ലേ എന്ന ചോദ്യം വരാം. ആദ്യത്തെ ഒരാഴ്ച ചെറിയ വിശപ്പ് തോന്നും. കാരണം നമ്മുടെ ശരീരം എപ്പോഴും ഭക്ഷണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ വിശപ്പ് കുറയുകയും ഊർജ്ജം കൂടുകയും ചെയ്യും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണ്ടുണ്ടായിരുന്ന ക്ഷീണം മാറി നല്ല ഉന്മേഷം തോന്നും. രണ്ടാമത്തെ കാര്യം, എന്ത് കഴിക്കുന്നു എന്നത്. സമയത്തിനു മാത്രമല്ല, ഭക്ഷണത്തിനും പ്രാധാന്യമുണ്ട്. പ്രകൃതിദത്തമായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പാക്കറ്റിൽ കിട്ടുന്ന സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാര എന്നിവ കുറയ്ക്കുക. ആയുർവേദം പറയുന്നത് സാത്വിക ഭക്ഷണം കഴിക്കാനാണ്. എളുപ്പത്തിൽ ദഹിക്കുന്ന നാരുകൾ ധാരാളമുള്ള പച്ചക്കറികളും പഴങ്ങളും. മൂന്നാമത്തെ കാര്യം, ഉറക്കം. നമ്മൾ ഈ പറഞ്ഞ ഓട്ടോഫാജി ഏറ്റവും നന്നായി നടക്കുന്നത് ഗാഠനിദ്രയിലാണ്. വൈകുന്നേരം 7 മണിക്ക് മുൻപ് ഭക്ഷണം കഴിച്ച് 10 മണിക്കുറങ്ങിയാൽ ശരീരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ആ തിളക്കം അത് വിലകൂടിയ സൗന്ദര്യ ചികിത്സ ചെയ്താൽ കിട്ടുന്നതല്ല, ഉള്ളിൽ നിന്നും വരുന്ന ആരോഗ്യത്തിന്റെ തിളക്കമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. പലരും ചോദിക്കാറുണ്ട്, എനിക്ക് ഉദരവായുവിന്റെ പ്രശ്നമുണ്ട്, വയറ്റിൽ പുണ്ണുണ്ട്, എനിക്കിത് ചെയ്യാമോ? ആയുർവേദത്തിൽ ഓരോരുത്തരുടെയും ശരീരപ്രകൃതം വ്യത്യസ്തമാണ്. വാതം, പിത്തം, കഫം എന്നിങ്ങനെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുരുതരമായ അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം പട്ടിണി കിടക്കുക. എന്നാൽ അത്താഴം നേരത്തെ കഴിക്കുക എന്നത് എല്ലാവർക്കും ചെയ്യാവുന്നതും എല്ലാവർക്കും ഗുണം ചെയ്യുന്നതുമായ കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് കൂടുതൽ ഭക്ഷണം കഴിച്ചാലേ ആരോഗ്യമുണ്ടാവൂ എന്നാണ്. എന്നാൽ സത്യമതല്ല. ദഹിക്കാൻ കഴിയുന്നത്ര മാത്രം കഴിക്കുകയും അത് ദഹിക്കാൻ ശരീരത്തിന് സമയം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ആരോഗ്യമുണ്ടാകുന്നത്. ലംഘനം പരമൌഷധം എന്ന് ആയുർവേദം പറയുന്നു. അതായത് ഉപവാസമാണ് ഏറ്റവും വലിയ മരുന്ന്. ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ അസുഖം വരുമ്പോൾ, പനി വരുമ്പോൾ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നു. ശരീരം രോഗത്തോട് പൊരുതാൻ ആ ഊർജ്ജം ഉപയോഗിക്കുന്നു. നമ്മൾ മാത്രമാണ് അസുഖം വരുമ്പോൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കുന്നത്. പ്രകൃതിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, ഉത്തരം അവിടെയുണ്ട്. പ്രായമാവുക എന്നത് പ്രകൃതി നിയമമാണ്. അത് തടയാൻ ആർക്കും കഴിയില്ല. എന്നാൽ അകാല വാർദ്ധക്യം തടയാൻ നമുക്ക് കഴിയും. 60-ാം വയസ്സിലും 40-ന്റെ ചുറുചുറുക്കോടെ ജീവിക്കാൻ ഈ ശീലം നിങ്ങളെ സഹായിക്കും. ഓർക്കുക, നിങ്ങൾ എപ്പോൾ കഴിക്കുന്നു എന്നത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ്. ഇന്ന് രാത്രി മുതൽ തന്നെ ഇതൊരു ശീലമാക്കാൻ ശ്രമിക്കൂ. 8 മണിക്ക് മുൻപ്, പറ്റുമെങ്കിൽ 7 മണിക്ക് മുൻപ് അത്താഴം കഴിക്കുക. എന്നിട്ട് 12 മണിക്കൂറെങ്കിലും ഇടവേള നൽകുക. 1 മാസം ഇത് തുടർന്നു നോക്കൂ. നിങ്ങളുടെ ശരീരഭാരം കുറയും, ചർമ്മം തിളങ്ങും, മനസ്സിലെ സംഘർഷം കുറയും, ജീവിതത്തിൽ പുതിയൊരു ഉന്മേഷം വരും. ആരോഗ്യം എന്നത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല, അത് നമ്മൾ ഓരോ ദിവസവും നിർമ്മിച്ചെടുക്കേണ്ട ഒന്നാണ്. ബുദ്ധനും ആയുർവേദവും കാണിച്ചുതന്ന ഈ വഴിയിലൂടെ നടന്നാൽ രോഗമില്ലാത്ത, മരുന്നുകളില്ലാത്ത ഒരു വാർദ്ധക്യകാലം നമുക്ക് സ്വന്തമാക്കാം. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഇത് പങ്കുവയ്ക്കുക. കാരണം നല്ല ആരോഗ്യം ആഗ്രഹിക്കാത്തവരായി ആരുമില്ലല്ലോ. അടുത്ത വീഡിയോയിൽ ഇതിലും രസകരമായ മറ്റൊരു അറിവുമായി വീണ്ടും കാണാം. നന്ദി.